ഹായ് ഓൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും പഠിക്കുമ്പോൾ അത് ജനറേറ്ററിൻ്റെ ആണോ മോട്ടറിൻ്റെ ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ടോ? അത് ഓർത്തിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് എഴുതുമ്പോൾ അവിടെ നമുക്ക് 2 R, ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്, 2 R വരും. നമ്മൾ ജനറേറ്റർ എന്ന് എഴുതുമ്പോഴും അവിടെയും 2 R വരുന്നുണ്ട്. സോ ജനറേറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് എഴുതുമ്പോൾ അവിടെ 1 R ആണ് വരുന്നത്. ഷോർട്ടായിട്ട് FLR എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. മോട്ടർ എന്ന് നമ്മൾ എഴുതുമ്പോഴും അവിടെയും 1 R ആണ് വരുന്നത്. സോ മോട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇനി ഈ റൂള് പഠിക്കാൻ നേരത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്, അതിൽ ഏതൊക്കെ ഫിംഗേഴ്സ് ഏതൊക്കെ ടേമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ഈ റൂളിൽ യൂസ് ചെയ്യുന്നത് 3 ഫിംഗേഴ്സ് ആണ്: തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. നമ്മുടെ വീട്ടിലെ 3 ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാം. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മദറിനെ, 4 ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ഫാദറിനെ, മിഡിൽ ഫിംഗർ റെപ്രസെന്റ് ചെയ്യുന്നത് ചൈൽഡിനെ. ഇനി ഈ 3 റെപ്രസെന്റേഷന്റെ ഫസ്റ്റ് ടേം നിങ്ങൾ നോക്കുക. മദറിന്റെ ഫസ്റ്റ് ലെറ്റർ M, സോ നമ്മുടെ തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് മോഷന്റെ ഡയറക്ഷൻ. 4 ഫിംഗറിൽ നമ്മൾ ഫാദറിനെയാണ് റിലേറ്റ് ചെയ്തത്. ഫാദറിന്റെ ഫസ്റ്റ് ലെറ്റർ F, അത് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി മിഡിൽ ഫിംഗറിൽ നമ്മൾ പറഞ്ഞത് ചൈൽഡിനെയാണ്. ഫസ്റ്റ് ലെറ്റർ C, അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ. ഇതുപോലുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് നമ്മൾ എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. മറ്റൊരു ടിപ്പുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.